Hello all, welcome to the 12th session of International Business. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങി. അതിന്റെ സ്ട്രക്ചർ, അതിന്റെ പ്രിൻസിപ്പിളുകൾ ആൻഡ് അഗ്രിമെന്റുകൾ, ഈ ഏരിയകളിലാണ് ഇനി ബാക്കി അവശേഷിക്കുന്നത്. അതിലേക്ക് പോവാണ്. ഇതിന്റെ അകത്തുള്ള പ്രിൻസിപ്പിളുകളും അഗ്രിമെന്റുകളും വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് ഈ ഒരു അഗ്രിമെന്റുകളും പ്രിൻസിപ്പിളുകളും. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം ഈ ഒരു ഏരിയ. ആദ്യമായിട്ട് അതിന്റെ ഫോർമൽ സ്ട്രക്ചർ ഓഫ് WTO ആണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എങ്ങനെയാണുള്ളത്? അതിന്റെ ഒരു സ്ട്രക്ചറിന്റെ ഏറ്റവും അപെക്സ് ബോഡി ആയിട്ട് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ആണ് ഹയസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞു. മിനിസ്റ്റീരിയൽ കോൺഫറൻസ് എന്ന് വെച്ചാൽ 2 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഇതിന്റെ മെമ്പേഴ്സിന്റെ അകത്തുള്ള കൺട്രികളുടെ ഫിനാൻസ് ഫോറിൻ മിനിസ്റ്റേഴ്സോ അതല്ലെങ്കിൽ ഫോറിൻ മിനിസ്റ്റേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ്സോ ആയിരിക്കും ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുക. അവരാണ് ഈ 2 വർഷത്തിൽ ഒരിക്കൽ കൂടിയിട്ട് ഇവയുടെ അഗ്രിമെന്റുകൾക്കൊക്കെ ഏറ്റവും അവസാനം അത് സൈൻ ചെയ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള മിനിസ്റ്റീരിയൽ കോൺഫറൻസിലൂടെയാണ്. കോൺഫറൻസിന് ശേഷമാണ് അവ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുക ഓരോ രാജ്യങ്ങളിലും. അതുകൊണ്ട് തന്നെ ഈ മിനിസ്റ്റീരിയൽ കോൺഫറൻസുകൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ആദ്യത്തെ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് നടക്കുന്നത് സിംഗപ്പൂരിലാണ്. 1996-ലാണ് ഫസ്റ്റ് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് നടന്നത്. ശേഷം 11 മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ആണ് ഇതുവരെയായിട്ട് നടന്നിട്ടുള്ളത്. അതിൽ 11ാമത്തെ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ആയിരുന്നു ബ്യൂണസ് അയേഴ്സിൽ, അർജന്റീനയുടെ തലസ്ഥാനമായിട്ടുള്ള ബ്യൂണസ് അയേഴ്സിൽ 2017-ലായിരുന്നു അത് നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം MC12 പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നൂറു സുൽത്താൻ ആയിരുന്നു, കസാക്കിസ്ഥാനിലെ. പക്ഷെ ഈ നൂറു സുൽത്താനിൽ ഈ ജൂണിൽ നടക്കേണ്ടിയിരുന്ന ഒരു ജൂൺ 2020-ലായിരുന്നു അതിന്റെ ഡേറ്റ് ഒക്കെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ COVID-19 കാരണവശാല് അത് മാറ്റിവെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് MC12 കണ്ടക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് മിനിസ്റ്റീരിയൽ കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ട ചില ഇൻഫർമേഷൻസ്. സെക്കൻഡ് ലെവൽ ഓഫ് ബോഡി ആയിട്ട് വരുന്നത് ജനറൽ കൗൺസിലാണ്. ഈ ജനറൽ കൗൺസിലാണ് ഡയറക്ടർ ജനറൽ ഉണ്ടാവുക. റോബർട്ട് വാസ്വേർഡ് അവിടെയാണ് വരുന്നത്. അതിന്റെ അകത്ത് സെക്കൻഡ് ലെവലിൽ വരുന്ന ജനറൽ കൗൺസിൽ ഉണ്ട്. അതിന് പുറമെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ബോഡി ഉണ്ട്, ട്രേഡ് പോളിസി റിവ്യൂ ബോഡി ഉണ്ട്, TPRB ഉണ്ട്. ഇത് മൂന്നുമാണ് സെക്കൻഡ് ലെവലിൽ വരുന്ന ബോഡീസ്. ജനറൽ കൗൺസിൽ ആണ് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വരുന്ന ബോഡി എങ്കിലും അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നെഗോസിയേഷൻസിനും അതുപോലെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റിനുമായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ബോഡിയാണ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ബോഡി എന്നുള്ളത്. അവരാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് നെഗോഷിയേറ്റ് ചെയ്തെടുത്ത് പരിഹരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് വരുന്ന ബോഡി. അതുപോലെ ട്രേഡ് പോളിസി റിവ്യൂ ബോഡി എന്ന് വെച്ചാൽ TPRB എക്സിസ്റ്റിംഗ് പോളിസികൾക്ക്, അഗ്രിമെന്റുകൾക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വേണമെന്ന് നിർദ്ദേശിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും അതിൽ വേണ്ട അമെന്റ്മെന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് എടുത്ത ശേഷം അതൊക്കെ ജനറൽ കൗൺസിലിന് കൈമാറുകയും ചെയ്യുക എന്നുള്ളതാണ്. ജനറൽ കൗൺസിലാണ് ഈ ഒരു സെക്കൻഡ് ലെവൽ ബോഡിയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബോഡി. അവരുടെ അണ്ടറിൽ എന്നല്ല, ആ ജനറൽ കൗൺസിലിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് അതുപോലെ TPRB ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ജനറൽ കൗൺസിലാണ് അവരോട് എടുക്കുന്ന തീരുമാനങ്ങൾ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് വഴി അഗ്രിമെന്റുകളായിട്ട് മാറുന്നത്. തേർഡ് ലെവലിൽ വരുന്ന ബോഡിയാണ് കൗൺസിൽസ് ഫോർ ട്രേഡ്. കൗൺസിൽ ഫോർ ട്രേഡിൽ ഉള്ളത് ഈ വ്യത്യസ്ത ട്രേഡുകൾ ഉണ്ടല്ലോ, ആ ഓരോ ട്രേഡുകൾക്കുമുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്താനും അതിനുമായിട്ട് ബന്ധപ്പെട്ട അഗ്രിമെന്റുകൾ നിർമ്മിക്കാനും ആവശ്യമായിട്ടാണ് ഈ കൗൺസിലുകൾ വരുന്നത്. അതിൽ കൗൺസിൽ ഫോർ ട്രേഡ് ഇൻ ഗുഡ്സ് ഉണ്ട്, ഗുഡ്സിന് മാത്രമായിട്ട് വരുന്ന കൗൺസിൽ ഉണ്ട്. അതുപോലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കൗൺസിൽ ഉണ്ട്. അതുപോലെ സർവീസസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കൗൺസിലുകളുണ്ട്. ഇങ്ങനെ ഈ കൗൺസിലുകൾക്ക് ശേഷം ഓരോ കൗൺസിലും കുറേയധികം സബ്സിഡറി ബോഡീസ് ഉണ്ടായിരിക്കും. ആ സബ്സിഡറി ബോഡീസ് ആണ് ഫോർത്ത് ലെവലിൽ വരുന്നത്. ഫോർത്ത് ലെവലിൽ ഇപ്പോൾ ട്രേഡ് ഇൻ ഗുഡ്സ് ആണെങ്കിൽ അതിൽ ഗുഡ്സിൽ തന്നെ വ്യത്യസ്ത ഗുഡ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓരോ ഗുഡ്സിനും വേണ്ടിയിട്ട് അതിൻ്റെതായിട്ടുള്ള സബ്സിഡറി ബോഡികൾ ഉണ്ടാവും. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആണെങ്കിൽ അപ്പോ ട്രിംസും ട്രിപ്സും ഒക്കെ വരുന്ന ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട അഗ്രിമെന്റുകൾ ഉണ്ടാവും. അപ്പോൾ അത് ബാധിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് കോപ്പിറൈറ്റും പേറ്റന്റും ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് മുതലായിട്ടുള്ള വ്യത്യസ്ത ഇന്റലക്ച്വൽ പ്രോപ്പർട്ടികൾ ഉണ്ട്. അപ്പോൾ ഓരോന്നിനും വ്യത്യസ്തമായിട്ട് പഠനങ്ങൾ നടത്താനും അഗ്രിമെന്റുകൾ നിർമ്മിക്കാനൊക്കെ ആയിട്ട് അതിന്റെ താഴെ അതിന്റെ സബ്സിഡറി ബോഡീസ് ഉണ്ടാവും. ഇങ്ങനെ ഒരു ഹൈറാർക്കിയൽ ഓർഡർ ആണ്.
അതായത് ഒരു പെർട്ടിക്കുലർ ഗുഡിന് വേണ്ടിയിട്ട് നമുക്കൊരു അഗ്രികൾച്ചർ നോക്കുക, അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് ഒരു നിയമം അഗ്രിമെന്റ് നിർമ്മിക്കണമെങ്കിൽ അത് ഏറ്റവും താഴെയുള്ള സബ്സിഡറി ബോഡികളാണ് അത് ആദ്യം എന്ത് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതിന്റെ ഒരു പ്രാഥമിക രൂപം ഉണ്ടാക്കുകയും ചെയ്യുന്നു. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട കൗൺസിൽസ് ഫോർ ഗുഡ്സിന് കൈമാറുന്നു, അവരതിനെ ഫൈനലൈസ് ചെയ്യുന്നു. ശേഷം അത് ജനറൽ കൗൺസിലേക്ക് എത്തുന്നു. ജനറൽ കൗൺസിൽ അത് അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ മിനിസ്റ്റീരിയൽ കോൺഫറൻസിന് മുന്നേ ഹാജരാക്കുന്നു. മിനിസ്റ്റീരിയൽ കോൺഫറൻസിൽ അത് എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള നെഗോസിയേഷൻസിനൊക്കെ ശേഷം ഫൈനലിൽ അത് സൈൻ ചെയ്യുകയും അത് അഗ്രിമെന്റുകളായിട്ട് മാറുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓർഡർ കിടക്കുന്നത്. ഇത് പ്രകാരമാണ് ഇപ്പോൾ നിലവിലുള്ള അഗ്രിമെന്റുകളൊക്കെ പുറത്തു വന്നിട്ടുള്ളത്. ഈ ഒരു 4 ലെവലുകളിലൂടെയും കടന്നു വന്ന ശേഷമാണ് അഗ്രിമെന്റുകളൊക്കെ നിർമ്മിക്കപ്പെടുന്നത്. തന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ട്രേഡിംഗ് സിസ്റ്റം ആണ്. വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള പ്രിൻസിപ്പിളുകളാണ് ഇന്ന് ഇതിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. വ്യത്യസ്ത പ്രിൻസിപ്പിളുകൾ ഉണ്ട്. ഇതിൽ ആദ്യത്തെയാണ് ട്രേഡ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് WTOയുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ട്രേഡ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ. ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത ട്രേഡ് ഉറപ്പുവരുത്തുക. ലോകരാജ്യങ്ങൾക്കിടയിൽ ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാവരെയും ഒരുപോലെ കണക്കാക്കപ്പെടുന്ന ട്രേഡ് ഹാപ്പൻ ചെയ്യണം. അതിന് വേണ്ട കാര്യങ്ങളാണ് അവർ പ്രിൻസിപ്പിളുകളായിട്ട് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് മോസ്റ്റ് ഫേവേർഡ് നാഷൻ, MFN, മോസ്റ്റ് ഫേവേർഡ് നാഷൻ. മറ്റൊന്ന് നാഷണൽ ട്രീറ്റ്മെന്റ്, NT. ഇത് രണ്ടും ട്രേഡ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷന്റെ താഴെ വരുന്ന 2 പ്രിൻസിപ്പിളുകളാണ്. ഒന്നാമത്തെ നോക്കാം MFN. MFN എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റിംഗ് other people equally under WTO agreement. WTO agreement പ്രകാരം എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യപ്പെടുന്നു. മോസ്റ്റ് ഫേവേർഡ് നാഷൻ എന്നുള്ള പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ട് ഒരു ഫേവറേറ്റ് നാഷൻ ഉണ്ടാവുക എന്ന് തെറ്റിദ്ധരിക്കരുത്. മോസ്റ്റ് ഫേവേർഡ് നാഷൻ എന്ന് വെച്ചാൽ ഒരു ഫേവറേറ്റ് നാഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ MFN പ്രകാരം, റൂള് പ്രകാരം ഒരു ട്രേഡ് ബാരിയർ, ഒരു രാജ്യവുമായിട്ടുള്ള ഒരു ട്രേഡ് ബാരിയർ നമ്മൾ കുറയ്ക്കുന്നുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് നമ്മളൊരു ഇമ്പോർട്ട് ഡ്യൂട്ടി ഒരു രാജ്യവുമായിട്ട് നമ്മൾ കുറയ്ക്കുന്നുണ്ടെങ്കിൽ WTO അഗ്രിമെന്റ് പ്രകാരം അത് നമ്മൾ എല്ലാവർക്കും ഒരുപോലെ കുറച്ചിരിക്കണം. ദാറ്റ് മീൻസ് അതുകൊണ്ട് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കൺട്രിക്ക് മാത്രമല്ല ആ ഇളവ് കിട്ടുക, അത് എല്ലാവർക്കും ബാധകമായിട്ട് വരും ഇഫ് ദാറ്റ് കൺട്രി ഈസ് ഇൻ അവർ MFN ലിസ്റ്റ്. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, ഉദാഹരണമായിട്ട് ഒരു അഗ്രികൾച്ചറൽ പ്രോപ്പർട്ടി അഗ്രികൾച്ചറൽ ഗുഡ് ഇന്ത്യക്കകത്തേക്ക്, ഇപ്പൊ പാം ഓയിൽ ഇന്ത്യക്കകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഇന്തോനേഷ്യയുമായിട്ട് ഒരു കരാറിലെത്തുന്നു. എന്നിട്ട് അവർക്ക് പാം ഓയിൽ എന്ത് ചെയ്യുന്നു, റിഡക്ഷൻ കൊടുക്കുന്നു. 10% ഇപ്പൊ ഉണ്ടായിരുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടി എങ്കിൽ അത് കുറച്ചിട്ട് നമ്മൾ 5% മാറ്റുന്നു. അങ്ങനെ 5% മാറ്റിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ MFN ലിസ്റ്റിൽ ഏതൊക്കെ രാജ്യങ്ങളാണോ ഉള്ളത് അവർക്ക് എല്ലാവർക്കും ഈ റൂള് ബാധകമാണ്. ഇനി അവിടുന്ന് കൊണ്ടുവരുന്നവരൊക്കെ നമുക്ക് എത്ര പിരിക്കാൻ പറ്റുള്ളൂ, 5% പിരിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ഇനി ഏതെങ്കിലും രാജ്യത്തെ അവർക്ക് ഈ റൂള് അപ്ലിക്കബിൾ ആവാൻ പാടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ചിട്ട് ഈ MFN നിന്ന് ഒഴിവാക്കണം. അതായത് നമ്മുടെ MFN ലിസ്റ്റിൽ നിന്നും ഈ ഒരു രാജ്യത്തെ ഒഴിവാക്കുകയാണെങ്കിൽ മാത്രമേ അവർക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് ഇമ്പോർട്ട് താരിഫുകൾക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. If one country is granted a trade concession such as lowering import duty, then all WTO members must be extended to the same concession. അതേ കൺസെഷൻ എല്ലാവർക്കും നൽകിയിരിക്കണം എന്ന് പറയുന്നതാണ് മോസ്റ്റ് ഫേവേർഡ് നാഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കറന്റ് ഇൻഫർമേഷൻ കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ MFN നിലവിലുണ്ടായിരുന്നു. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ MFNന്റെ ലിസ്റ്റിൽ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. അതായത് മറ്റു രാജ്യങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ട് താരിഫുകൾ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് പാകിസ്ഥാനും കൂടെ അതിന്റെ ഇളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പുൽവാമ ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷം പാകിസ്ഥാനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ MFN ലിസ്റ്റിൽ നിന്ന് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. MFN ലിസ്റ്റിൽ നിന്ന് എടുത്ത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പിന്നീട് പാകിസ്ഥാനിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കൾക്ക് നമുക്ക് എത്ര പെർസെന്റേജ് ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടി വേണമെങ്കിൽ നമുക്ക് വെക്കാവുന്നതാണ്. അതിന് റെസ്ട്രിക്ഷൻസ് ഇല്ല എന്നർത്ഥം. ദാറ്റ് മീൻസ് പാകിസ്ഥാനിൽ നിന്നുള്ള ഇമ്പോർട്ടുകളെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് വരുന്നത് തടയാൻ പറ്റും. അതുവർക്ക് ഇത്തരത്തിലുള്ള ഹയർ ഇമ്പോർട്ട് ഡ്യൂട്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ വരുന്ന സമയത്ത് അതിനേക്കാൾ വില വരും. അപ്പൊ അത്രയും പ്രോഡക്റ്റുകൾക്ക് മറ്റുള്ള പ്രോഡക്റ്റുകളുമായിട്ട് ഒരിക്കലും കോമ്പറ്റീഷനിൽ സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു
റിറ്റാലിയേഷൻ ടെക്നിക്ക് പോലെ ഹയർ ഇമ്പോർട്ട് ഡ്യൂട്ടി സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇത് ഒരു MFന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. MFN ഒഴിവാക്കി, ഈ MFNൽ നിന്നും ഒരു രാജ്യത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടികൾ അവർക്ക് മുകളിൽ ചുമത്താവുന്നതാണ്. പക്ഷേ പാകിസ്ഥാന്റെ MFന്റെ ലിസ്റ്റിൽ നേരത്തെ തന്നെ ഇന്ത്യ ഇല്ല എന്നുകൂടെ ഓർക്കണം. അതായത് പാകിസ്ഥാൻ ഇന്ത്യക്ക് എത്രയും റേറ്റ് അവർക്ക് നേരത്തെ തന്നെ ഫിക്സ് ചെയ്യാവുന്നതാണ്. അവർ കാരണം ആ MFN സ്റ്റാറ്റസ് ഇന്ത്യക്ക് നേരത്തെ തന്നെ നൽകിയിട്ടില്ല. ഓക്കെ, ഇതിന് പുറമെ ഈ MFന്റെ ലിസ്റ്റിന് ചെറിയ എക്സംഷൻസ് അനുവദിക്കാറുള്ളത് ട്രേഡ് ബ്ലോക്കുകൾക്കകത്താണ്. ട്രേഡ് ബ്ലോക്കുകൾ ട്രേഡ് അഗ്രിമെന്റുകളൊക്കെ ഉണ്ടെങ്കിൽ, ട്രേഡ് ബ്ലോക്സ് നമുക്ക് ഇനി പഠിക്കാൻ പോകുന്ന മറ്റൊരു ടോപ്പിക്കാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്റഗ്രേഷൻസിലൂടെ കൂടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചില അഗ്രിമെന്റുകളൊക്കെ കൊണ്ടുവരാൻ പറ്റും. അത്തരം അഗ്രിമെന്റുകൾക്ക് ബാധകമായിട്ടുള്ള കൺട്രികൾക്ക് മാത്രമായിട്ട് നമുക്ക് ട്രേഡ് ഇത്തരത്തിലുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി ഒക്കെ വേണമെങ്കിൽ കുറച്ച് കൊടുക്കാവുന്നത്. ഇപ്പൊ സാർക്ക്, ആസിയാൻ, നാഫ്ത എന്നൊക്കെ പറയുന്ന വ്യത്യസ്ത ട്രേഡ് ബ്ലോക്കുകളൊക്കെ ഉണ്ട്. അവർക്ക് മാത്രമായിട്ടുള്ള ചില ട്രേഡ് റൂളുകൾ ഉണ്ടായിരിക്കും. ആ ട്രേഡ് റൂളുകൾക്ക് ഈ പറയുന്ന MFN അപ്ലിക്കബിൾ അല്ല എന്നർത്ഥം. രണ്ടാമത്തെയാണ് നാഷണൽ ട്രീറ്റ്മെന്റ് ഓർ NT എന്ന് വിളിക്കുന്ന രണ്ടാമത്തേത്. MFNലൂടെ എല്ലാവർക്കും കയറി വരാനുള്ള വാതിലാണ് നമ്മൾ തുറന്നു കൊടുക്കുന്നത്. അത് കടന്നു വരുന്നവരെല്ലാവരെയും ഒരേപോലെ നമ്മൾ അകത്തേക്ക് കയറ്റി വിട്ടു. അതിനു വേണ്ടിയിട്ടാണ് എല്ലാവർക്കും കടന്നു വരാനുള്ള റൂളുകളൊക്കെ ഒരുപോലെ ആക്കുക എന്ന് പറഞ്ഞത് MFNലൂടെ. എന്നാൽ ഉള്ളിലെത്തിയ ശേഷം പിന്നീട് അവരെ എങ്ങനെ സ്വീകരിച്ചിരുത്തണം എന്നുള്ളതാണ് നാഷണൽ ട്രീറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത്. നാഷണൽ ട്രീറ്റ്മെന്റിലാവുന്ന സമയത്ത് നമ്മൾ വിവാഹത്തിന് ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല താല്പര്യമുള്ള ആൾക്കാരെ ക്ഷണിച്ചിട്ട് സ്വീകരിച്ചിരുത്തുകയും മറ്റുള്ളവരെ മൈൻഡ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന പോലെ പാടില്ല എന്നർത്ഥം. ഇങ്ങനെ ഒരു ആളുകളെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യപ്പെടണം. ഫോറിൻ പ്രൊഡക്ട്സ് കമ്പനികൾ വന്നാലും ശരി, നമ്മുടെ ഡൊമസ്റ്റിക് കമ്പനി വന്നാലും ശരി, ഐബറിംഗ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രൊഡക്റ്റുകളാണെങ്കിലും ശരി, എല്ലാവരെയും നമ്മൾ ഒരുപോലെ ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്നതാണ് നാഷണൽ ട്രീറ്റ്മെന്റ്. അതായത് ഇമ്പോർട്ടഡ് ആൻഡ് ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി. ഈ ഒരേപോലെ തന്നെ ട്രീറ്റ് ചെയ്യപ്പെടണം. എല്ലാവർക്കും സെയിം റേറ്റ് ഓഫ് ടാക്സ് വേണം. എല്ലാവർക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള അതേ സ്റ്റാറ്റസ് തന്നെ, ഇപ്പോൾ നമ്മുടെ ലോക്കൽ പ്രോഡക്റ്റുകൾ കൊടുക്കുന്ന അതേ സ്റ്റാറ്റസ് തന്നെ മറ്റവർക്കും കൊടുത്തിരിക്കണം. അവർക്കുള്ള അതേ ലൈസൻസിങ് ഇഷ്യൂ തന്നെ ഇവിടെയും പാടുള്ളൂ. അവർക്കുള്ള അതേ മാർക്കറ്റിംഗിന്റെയും സെയിൽസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട റൂളുകളും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ആയിരിക്കണം ഡൊമസ്റ്റിക് പ്രോഡക്റ്റുകൾക്കും ഫോറിൻ പ്രോഡക്ട്സുകൾക്കും എല്ലാം. ഇതാണ് നാഷണൽ ട്രീറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഗുഡ്സിന് മാത്രമല്ല, സർവീസസിനാണെങ്കിലും ട്രേഡ് മാർക്സ് ആണെങ്കിലും കോപ്പി റൈറ്റിനും പേറ്റന്റ്സിനും എല്ലാം ബാധകമാണ്. അവരുടെ പേറ്റന്റുകൾ റൂളുകൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മുടെയും കൂടെ ആവശ്യമാണ്. അത് അവർക്ക് ഔട്ട്സൈഡ് കമ്പനികളാണെന്ന് വെച്ചിട്ട് കാരണം അവരുടെ പേറ്റന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ അത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഇത്തരത്തിലുള്ള ട്രേഡ് സർവീസുകൾക്കും ട്രേഡ് മാർക്സുകൾക്കും കോപ്പി റൈറ്റ്സിനും എല്ലാം തന്നെ ഈ പ്രിൻസിപ്പിളുകൾ ഓഫ് നാഷണൽ ട്രീറ്റ്മെന്റ് അപ്ലിക്കബിൾ ആണ് എന്നർത്ഥം. സെക്കൻഡ്, അടുത്ത വരുന്ന മറ്റൊരു റൂളാണ് ഫ്രീ ട്രേഡ് ഗ്രാജുവലി ത്രൂ നെഗോസിയേഷൻസ്. രണ്ടാമത്തേത് ഫ്രീ ട്രേഡിലേക്ക് ലോകരാഷ്ട്രങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ രണ്ടാമത്തെ പ്രിൻസിപ്പിള്. പക്ഷെ ഇതൊരിക്കലും ഒരു സഡൻ ആയിട്ട് ഒറ്റ ദിവസം രാവിലെ നേരം വെളുക്കുമ്പോക്കുന്ന ഒരു പുതിയ റൂൾ അങ്ങോട്ട് കൊണ്ടുവരിക, അഗ്രിമെന്റിലേക്ക് എല്ലാവരും സൈൻ ചെയ്യുക എന്നല്ല. പകരം ഗ്രാജുവലി ത്രൂ നെഗോസിയേഷൻ ആണ്. പതുക്കെ സംസാരിച്ച് എല്ലാവരുമായിട്ടും അഗ്രിമെന്റിൽ എത്തുന്ന ഒരു ലെവലിലേക്ക് ആദ്യം എല്ലാവരെയും കൊണ്ടുവരും. പിന്നീട് അതിനേക്കാൾ കുറച്ചും കൂടെ ഹയർ ലെവലിലേക്ക് കൊണ്ടുവരും. ഇപ്പൊ താരിഫുകളൊക്കെ റിഡക്ഷൻ നടപ്പാക്കുക വെച്ചാൽ കുറച്ചേക്ക് അല്പമായിരിക്കും ആദ്യം കുറക്കുക, പിന്നീട് കുറച്ചുകൂടെ കൂട്ടും. അങ്ങനെ വർദ്ധിച്ച് കൊണ്ടുവന്നിട്ട് ഗ്രാജുവലി ത്രൂ നെഗോസിയേഷൻസിലൂടെയാണ് അഗ്രിമെന്റുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക. അതിനെ അവർ വിളിക്കുന്ന പേര് പ്രോഗ്രസീവ് ലിബറലൈസേഷൻ എന്നുള്ളതാണ്. ഒരു രാജ്യത്തിന്റെ ലിബറലൈസേഷൻ പോളികൾ, ഇപ്പൊ ഇന്ത്യയുടെ തന്നെ എക്സാമ്പിൾ എടുക്കുക. 1991 ആരംഭിച്ചിട്ടുള്ള ലിബറലൈസേഷൻ പോളിസികള് ആദ്യം ചില സെക്ടേഴ്സിൽ മാത്രം നടപ്പിലാക്കി. ആ നടപ്പിലാക്കുന്ന സമയത്ത് തന്നെ കുറച്ച് മാത്രം ഓപ്പൺ ചെയ്ത് കൊടുത്തു. പിന്നീട് അതിന്റെ പെർസെന്റേജ് ഇങ്ങനെ വർദ്ധിപ്പിച്ച് ഇപ്പൊ 100% വരെയുള്ള ലിബറലൈസേഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പ്രോഗ്രസീവ് ലിബറലൈസേഷന്റെ ടെക്നിക്കാണ്. താരിഫ് റിഡക്ഷൻ ആണെങ്കിൽ ഒരൊറ്റ തവണയായിട്ട് കംപ്ലീറ്റ് താരിഫ് എടുത്ത് ഒഴിവാക്കല്ലേ ചെയ്യുക. താരിഫുകൾ പതുക്കെ അത് പെട്ടെന്ന് എടുത്ത് ഒഴിവാക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകളൊന്നും ഇല്ലാതിരിക്കാൻ, പെട്ടെന്നൊരു എന്താ പറയുക, നിയമങ്ങളൊക്കെ അഗ്രിമെന്റുകളൊക്കെ നടപ്പാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് ബിസിനസ്സിനൊക്കെ വളരെയധികം എഫക്ട്സ് ഉണ്ടായിരിക്കും.
അത് ഒഴിവാക്കാനാണ് ഈ ഗ്രാജുവലി ത്രൂ നെഗോസിയേഷൻസിലൂടെ നടപ്പാക്കുന്നത്. ഇതിനാണ് പ്രോഗ്രസീവ് ലിബറലൈസേഷൻ എന്ന് വിളിക്കുക. ഇതിന് ഓരോ ലോകരാഷ്ട്രങ്ങൾക്കും അവരുടെ അഗ്രിമെന്റുകളൊക്കെ നടപ്പാക്കാനുള്ള സമയങ്ങൾ അനുവദിച്ചിട്ടുണ്ടാവും. അത് ഡെവലപ്ഡ് കൺട്രികൾക്ക് കുറഞ്ഞ സമയം കൊടുക്കുകയുള്ളൂ. കാരണം അവർ ഓൾറെഡി ഡെവലപ്ഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അവർ കുറഞ്ഞ സമയം കൊടുക്കും. ഡെവലപ്പിംഗ് കൺട്രീസിന് കുറച്ചും കൂടെ അധിക സമയം കൊടുക്കും, 10-15 വർഷം കൊടുക്കും. എന്നിട്ടാണ് അവരോട് പല റൂളുകളും അഗ്രിമെന്റുകളും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറയാ. അതുപോലെ ലീസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസിന് അതിനേക്കാളും കൂടുതൽ 10-30-40 വർഷമൊക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ട് പതുക്കെ സാവധാനത്തിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഈ റൂളുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ പതുക്കെ ആ റൂളുകൾ നടപ്പാക്കി കൊണ്ടുവരാണ് ചെയ്യുക. ഇതിനൊക്കെ വിളിക്കുന്ന പേരാണ് പ്രോഗ്രസീവ് ലിബറലൈസേഷൻ. ദെൻ മറ്റൊരു പ്രിൻസിപ്പിളാണ് പ്രഡിക്റ്റബിലിറ്റി ത്രൂ ബൈൻഡിങ് ആൻഡ് ട്രാൻസ്പെറൻസി. പ്രഡിക്റ്റബിൾ ആയിരിക്കണം എന്നാണ് ഓരോ രാജ്യത്തിന്റെയും പോളിസി. അതൊരു ഔട്ട്സൈഡർ ആണ്, കടന്നു വരുന്ന രാജ്യത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള ഫോറിനേഴ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഫോറിനേഴ്സിനും കൂടെ മനസ്സിലാക്കത്തക്ക രീതിയിൽ പ്രഡിക്റ്റബിൾ ആയിരിക്കണം ഓരോ ഡിസിഷൻസും. ഒരു ഗവൺമെന്റ് വരുന്നു, ആ ഗവൺമെന്റ് അവർക്ക് വേണ്ട ലിബറലൈസേഷൻ പോളിസികളും പ്രൈവറ്റൈസേഷൻ പോളിസികളൊക്കെ നടപ്പാക്കുന്നു. ശേഷം ആ ഗവൺമെന്റ് കുറച്ചു കാലം കഴിയുമ്പോഴേക്കും രാജിവെച്ച് പോകുന്നു. പകരം പുതിയൊരു ഗവൺമെന്റ് വരുന്നു. അവർ നേരത്തെ കൊണ്ടുവന്ന ലിബറലൈസേഷൻ പോളിസികൾ, നേരത്തെ ഗവൺമെന്റിന്റെ പോളിസികളെല്ലാം പൂർണ്ണമായിട്ട് അങ്ങനത്തെ റദ്ദാക്കുന്നു. എന്നിട്ട് ലിബറലൈസേഷൻ തന്നെ എടുത്ത് ഒഴിവാക്കുന്നു. എന്നിട്ട് രാജ്യത്തെ അങ്ങോട്ട് ക്ലോസ് ചെയ്യുന്ന പോലെ എല്ലാവരെയും അതിന്റെ അകത്ത് പോകുന്ന ഫോറിനേഴ്സിനെ എല്ലാം പുറന്തള്ളുന്നു. ഇങ്ങനെ ഒരു പോളിസിയിൽ ഒരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരിക്കലും എന്തല്ല, ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളതോ അതൊരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു മാറ്റമല്ല. പ്രഡിക്റ്റബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നേരിട്ടുള്ള ഒരു റിവേഴ്സ് ആക്ഷൻ ആവാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ്. ലിബറലൈസേഷൻ നടപ്പാക്കി തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ആദ്യം ഒരു 10%, പിന്നെ 20%, അങ്ങനെ വർദ്ധിച്ചു വരുന്നു. ഇപ്പൊ 49% വരുന്നു. ഇങ്ങനെ മോർ ആൻഡ് മോർ സെക്ടേഴ്സുകൾ, ഇൻഡസ്ട്രികൾ തുറന്നു കൊടുക്കുന്ന സമയത്ത് foreign companies usually believe that the liberalization will continue to further extend. ഇനിയും കൂടി വർദ്ധിച്ചു വരിക എന്നാണ് വിശ്വസിക്കുക. അതല്ലാതെ ഒരിക്കലും ഇനി ആ ലിബറലൈസേഷൻ ക്ലോസ് ചെയ്തിട്ട് അത് 100% ഗവൺമെന്റ് ഓണർഷിപ്പിലേക്ക് മടക്കി കൊണ്ടുപോകുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. പക്ഷെ അങ്ങനെ പെട്ടെന്ന് നേരെ വിരുദ്ധമായിട്ട് സംഭവിക്കുകയാണെങ്കിൽ അത് എഗെയിൻസ്റ്റ് WTO റൂളാണ്. WTO റൂൾ പ്രകാരം പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ലിബറലൈസേഷൻ പോളിസി നടപ്പാക്കുകയാണെങ്കിൽ അത് പിന്നീട് സെൻട്രലൈസേഷൻ, അത് ഗവൺമെന്റ് തന്നെ പഴയ ഓണർഷിപ്പിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പാടില്ല ഈ റൂള് പ്രകാരം. സോ സ്റ്റെബിലിറ്റി ആൻഡ് പ്രഡിക്റ്റബിലിറ്റി നിർബന്ധമാണ്. മേക്സ് ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി എൻവയോൺമെന്റ് ഫോർ ഓൾ ടൈപ്സ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. ഇത് നിർബന്ധമാണ്. പക്ഷെ പല രാഷ്ട്രങ്ങളും ഇതിന് നേരെ വിരുദ്ധമായിട്ട് സംഭവിക്കാറുണ്ട്. അവിടെയൊക്കെ റിസ്ക് ഹാപ്പൻ ചെയ്യാറുണ്ട്. ഇന്ത്യയിൽ പോലും സംഭവിച്ചിട്ടുണ്ടായത് ജനതാ ഗവൺമെന്റ് വന്ന സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ പോളിസികളും റദ്ദാക്കിയിട്ട് അവർ പിന്നീട് സോഷ്യലിസ്റ്റ് പോളിസികൾ നടപ്പാക്കുന്നു. ചില രാജ്യങ്ങളിൽ പട്ടാള അട്ടിമറിയൊക്കെ നടന്ന ശേഷം പിന്നീട് പഴയ ഗവൺമെന്റിന്റെ മുഴുവൻ പോളിസികളും നിർത്തലാക്കിയിട്ട് പുതിയ പോളിസികൾ നടപ്പാക്കുന്നതൊക്കെ കാണാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ ബിസിനസ്സുകൾ വളരെ കുറവാണ് ഉണ്ടാവാറുള്ളത്. കാരണം അവർക്ക് അവരുടെ ആ ഒരു എക്കോണമി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബിസിനസ്സുകൾ അവിടെ നിന്ന് വിട്ട് മാറി നിൽക്കാറാണ് പതിവ്. മറ്റൊന്ന്, അടുത്തൊരു റൂള് പ്രൊമോട്ടിങ് ഫെയർ കോമ്പറ്റീഷൻ എന്നാണ്. കോമ്പറ്റീഷൻ ഫെയർ ആക്കിയിട്ട് മാറ്റുക. കോമ്പറ്റീഷൻ ഇല്ലാത്ത അവസ്ഥ എന്നല്ല, കോമ്പറ്റീഷൻ ഫെയർ ആക്കുക. കോമ്പറ്റീഷൻ ഉണ്ടായിക്കോട്ടെ, പക്ഷെ തുല്യ ശക്തികൾ പരസ്പരം മത്സരിച്ചോട്ടെ. അവരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിൽ ഇടപെടാൻ പോകരുത്. ഇടപെടാന്ന് വെച്ച് കഴിഞ്ഞാല് ചില ആളുകൾക്ക് നമ്മൾക്ക് അനുകൂലമായിട്ട് വരുന്ന ചില പാർട്ടിക്ക് നമ്മൾക്ക് വേണമെങ്കിൽ ചില എക്സ്ട്രാ അഡ്വാൻറ്റേജ് ചെയ്തു കൊടുക്കുകയെ എന്നിട്ട് അത് കോമ്പറ്റീഷൻ ഫെയർ അല്ലാതാക്കിയിട്ട് മാറ്റാം. അതുപോലെ വരുന്ന പാർട്ടിയെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ടും കോമ്പറ്റീഷൻ ഫെയർ അല്ലാതാക്കി മാറ്റാം. ഉദാഹരണമായിട്ട് ഇമ്പോർട്ട് ഡ്യൂട്ടി വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? പുറത്തുനിന്നൊരു കമ്പനി അവരുടെ പ്രോഡക്റ്റുകൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് എന്ത് കൊടുക്കേണ്ടി വരും? ഈ ഡ്യൂട്ടി ടാക്സും കൂടെ കൊടുക്കേണ്ടി വരും. അങ്ങനെ ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അവരുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പിന്നെയും വർദ്ധിക്കും. അതിലേക്ക് ഈ ടാക്സും കൂടെ വരും. അങ്ങനെ വരുന്ന ടാക്സും കൂടെ വരുന്ന പ്രോഡക്റ്റ് ആണ്. പിന്നെ അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വേറെ ഉണ്ടാവും. ആ ഒരു പ്രോഡക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കടക്കുന്ന സമയത്ത് നേരത്തെ തന്നെ ഇന്ത്യയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. അവരാണെങ്കിൽ കുറഞ്ഞ പ്രൈസിനായിരിക്കും ട്രേഡ് വിൽക്കുന്നത്. അതിൽ എവിടേക്കാണ് ഈ ഇമ്പോർട്ട് ഡ്യൂട്ടിയും അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ ഇൻകർ ചെയ്യുന്ന പ്രോഡക്റ്റ് വരുന്നത്? അവർക്ക് ഹയർ പ്രൈസിൽ വിൽക്കാൻ പറ്റുള്ളൂ, നമുക്ക് കുറഞ്ഞ പ്രൈസിൽ വിൽക്കാൻ പറ്റും. അതുകൊണ്ട് എന്തായി മാറി? അവിടെ കോമ്പറ്റീഷൻ ഫെയർ അല്ലാതായിട്ട് മാറി.
സോ ഇവിടെ ആ ഒരു കോമ്പറ്റീഷൻ ഫെയർ അല്ലാതാക്കി മാറ്റിയ ഒരു വസ്തുത എന്താണ്? ദാറ്റ്സ് ആ ഇമ്പോർട്ട് ഡ്യൂട്ടി എന്നുള്ള സംഭവമാണ്. ഇത് ഇതുപോലെ മാത്രമല്ല കേട്ടോ. ഇപ്പൊ നമ്മുടെ ഇമ്പോർട്ട് ഡ്യൂട്ടി ഇല്ല എന്ന് വെക്കുക, പകരം നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? എക്സ്പോർട്ടിന് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ടെന്ന് വെക്കുക. നമ്മുടെ നാട്ടിൽ നിന്നുള്ള വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. ആ പ്രൊമോഷൻ കിട്ടിയ പ്രോഡക്റ്റുകൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് അത് കോമ്പീറ്റ് ചെയ്യുന്നത് മറ്റൊരു രാജ്യത്താണ്. അവിടെയുള്ള പ്രോഡക്റ്റുകൾക്ക് എന്തൊന്നുമില്ല, അവിടുത്തെ ഗവൺമെന്റ് പ്രൊമോഷൻ ഒന്നും കൊടുക്കുന്നുമില്ല. ഇപ്പൊ നമ്മുടെ പ്രോഡക്റ്റുകൾ എന്താ ഇപ്പൊ ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോകണം, ആഫ്രിക്കൻ കൺട്രീസ് എന്ത് ചെയ്തില്ല, അവരുടെ പ്രോഡക്റ്റുകൾക്ക് പ്രൊമോഷൻ കൊടുക്കാനൊന്നുമില്ല വകുപ്പ് അവരുടെ കയ്യിലില്ല. നമ്മളാണെങ്കിൽ എക്സ്പോർട്ട് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ്സ് തരാം, നിങ്ങൾക്ക് ഇൻസെന്റീവ്സ് തരാം എന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്തിട്ടാണ് ഈ കമ്പനികളെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത്. അതുകൊണ്ട് നേരത്തെ തന്നെ പ്രൊമോഷൻസ് ഒക്കെ കിട്ടിയ ഒരു കമ്പനിയാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അവിടെ പ്രൊമോഷൻസ് ഒന്നും ഇല്ലാത്തൊരു കമ്പനിയുമായിട്ടാണ് പരസ്പരം കോമ്പീറ്റ് ചെയ്യുന്നത്. അവിടെയും കോമ്പറ്റീഷൻ എന്തായി മാറി? ഫെയർ അല്ലാതായിട്ട് മാറി. അതുകൊണ്ട് എന്നും കൊടുക്കാൻ പാടില്ല. എക്സ്പോർട്ട് ചെയ്യുന്നവർക്ക് നിങ്ങൾ ഒരു എക്സ്ട്രാ പ്രൊമോഷൻസ് ഒന്നും കൊടുക്കാനും പാടില്ല. അതാണ് അടുത്തത്. ദാറ്റ് മീൻസ് ഇങ്ങനെയൊക്കെ ആവുമ്പോഴേ എന്താവുള്ളൂ? കോമ്പറ്റീഷൻ ഫെയർ ആയിട്ട് മാറുള്ളൂ. അതുകൊണ്ടാണ് സബ്സിഡികൾ എടുത്ത് ഒഴിവാക്കുക, അതുപോലെ താരിഫുകൾ എടുത്ത് ഒഴിവാക്കുക എന്നൊക്കെ പറയുന്നത് WTOയുടെ റൂളുകളായിട്ട് മാറുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പതുക്കെ പതുക്കെ എല്ലാ സബ്സിഡികളും എടുത്ത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഘട്ടം ഘട്ടമായിട്ട് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് സഹായങ്ങൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രോഡക്റ്റിന് എങ്കിൽ മാത്രമേ കോമ്പറ്റീഷൻ ഫെയർ ആവുള്ളൂ എന്നുള്ളതാണ്. അതിന്റെ യഥാർത്ഥ പ്രൈസിൽ ട്രേഡ് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. സബ്സിഡികൾ നൽകുന്നതിലൂടെ അതിന്റെ പ്രൈസ് മറ്റുള്ളവരുമായിട്ടുള്ള കോമ്പറ്റീഷന്റെ സമയത്ത് ആ പ്രൈസ് എന്ത് ചെയ്യും? അവര് റെഡ്യൂസ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ടാവും, കുറഞ്ഞിട്ടുണ്ടാവും. ആ കുറയുന്ന സമയത്ത് ഫോറിൻ പ്ലേയേഴ്സിന് ബുദ്ധിമുട്ടായിരിക്കുകയും ചെയ്യും. അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ഒരു റൂള് നടപ്പാക്കുന്നത്. മറ്റൊന്ന് എൻകറേജിങ് ഡെവലപ്മെന്റ് ആൻഡ് എക്കണോമിക് റിഫോംസ്. അതാണ് അവസാനത്തെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂളാണ്. എൻകറേജിങ് ഡെവലപ്മെന്റ് ആൻഡ് എക്കണോമിക് റിഫോംസ്. എക്കണോമിക് റിഫോംസ് നടപ്പാക്കുക ത്രൂ ഡെവലപ്മെന്റിലൂടെ. ഈ ഡെവലപ്മെന്റ് അവർ വിളിക്കുന്ന പേര് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ് എന്നാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പല തരത്തിലുള്ള ഡെവലപ്മെന്റുകൾ പറയാറുണ്ടല്ലോ. അത് ഇപ്പോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒക്കെ ടേമിലൊക്കെ നമ്മൾ പറയുന്നത് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നാണ്. മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഉണ്ട്, അതുപോലെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസിലൂടെയാണ്. ഇപ്പോൾ നമ്മുടെ FM-ലൊക്കെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലൊക്കെ പറയുന്ന കോൺസെപ്റ്റ് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഉതകുന്ന പോയിന്റ് എന്ന് വെച്ചാൽ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസിലൂടെയാണെന്നാണ് പറയാറുള്ളത്. ഇനി ഈ രണ്ട് കോൺസെപ്റ്റും അല്ല, മാക്സിമം ഇൻപുട്ട് ഉപയോഗിക്കുക എന്നുള്ളതല്ല, അതുപോലെ ഒപ്റ്റിമം ഉപയോഗിക്കുക എന്നുള്ളതും അല്ല ഈ സസ്റ്റൈനബിലിറ്റി കോൺസെപ്റ്റിൽ വരുന്നത്. ഒരു ഉദാഹരണം പറയാം. അപ്പോ നമ്മുടെ നാട്ടിൽ പുഴയിൽ മണലുണ്ടെന്ന് വെക്കുക. ആ മണൽ നമ്മൾ മാക്സിമം വാരി എടുത്തിട്ട് വെക്കുന്നത് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആണ്. അതിലൂടെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാവും എന്നുള്ളതായിരുന്നു പഴയകാല കോൺസെപ്റ്റ്. രണ്ടാമത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. മാക്സിമം എടുത്തിട്ട് വാരി വിൽക്കല്ല വേണ്ടത്, പകരം നമുക്ക് എത്രയാണോ മാർക്കറ്റിൽ ആവശ്യമുള്ള ഡിമാൻഡ്, ആ ഡിമാൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് മാത്രം നമ്മൾ എടുക്കുക. എന്നിട്ട് ഫ്യൂച്ചർ ഡിമാൻഡ് എത്രയാണ് വരാനുള്ളത് അതെന്ത് ചെയ്യുക, അതിനാവശ്യമുള്ള റിസോഴ്സ് അവിടെ കരുതി വെക്കുക. കാരണം കൂടുതൽ സപ്ലൈ മാർക്കറ്റിലേക്ക് ചെന്നാൽ പ്രൈസ് കുറയാണ് ചെയ്യുക. ഈ മാർക്കറ്റിൽ ആവശ്യമായ ഡിമാൻഡിന് അനുസൃതമായിട്ടുള്ള സപ്ലൈ മാത്രം കൊടുക്കുക എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആണ്. ഇനി ഇത് രണ്ടുമല്ല ഈ നമ്മുടെ അടുത്ത സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ പേരിൽ ഉപയോഗിക്കപ്പെടുന്ന വസ്തുത. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആവുന്ന സമയത്ത് ആ പുഴയിലൂടെ ഒഴുകി വരുന്ന മണലിന്റെ ക്വാണ്ടിറ്റി നോക്കണം, എത്രയാണ് ഇനി മണൽ അതിൽ ഒഴുകി വരാൻ സാധ്യതയുള്ളതെന്ന് കാണണം. അതുപോലെ നമുക്ക് ഇനി ഫ്യൂച്ചർ ആയിട്ട് ഇനിയിപ്പോ നമ്മുടെ നാട്ടിലുള്ള ഡിമാൻഡ് മാത്രമല്ല, ഭാവിയിൽ എത്ര കുട്ടികളുണ്ട്, അവർക്ക് ഇനി എത്ര വീട് വെക്കേണ്ടതായിട്ട് വരും, അതിനൊക്കെ എത്ര മണൽ വേണ്ടി വരും എന്നത് കൂടെ പരിഗണിക്കണം. എന്നിട്ട് ഓവറോൾ ഈ ഒരു നമ്മുടെ എക്കോളജിക്കൊന്നും ഹാംഫുൾ അല്ലാത്ത രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അത്ര മണല് മാത്രം നമ്മൾ എടുത്തിട്ട് എന്ത് ഉപയോഗിക്കുന്നു, ബാക്കി നാളേക്കും മറ്റന്നാളേക്കും ഭാവി ഫ്യൂച്ചർ ജനറേഷൻ ഒക്കെ കാത്തു വെക്കുവാണെങ്കിൽ അത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. അപ്പോഴാണ് ഭൂമിയുടെ ഈ സസ്റ്റൈനബിലിറ്റി നിലനിൽക്കുള്ളൂ എന്നുള്ളതാണ് കോൺസെപ്റ്റ്. ഇതുപോലെയാണ് നമ്മുടെ ഈ എക്കണോമിക് റിഫോംസ് നടപ്പാക്കേണ്ടത്. അത് ഡെവലപ്മെന്റ് സാധ്യമാവുന്നത് ഇത്തരത്തിലുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലൂടെയാണ്. ആ സസ്റ്റൈനബിലിറ്റി എക്കോളജി ഒക്കെ കാത്തു രക്ഷിക്കുകയും അതോടൊപ്പം തന്നെ എക്കോണമിയുടെ റിഫോംസിന് വിധേയമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രിൻസിപ്പിള്. ഇങ്ങനെയുള്ള ഈ പ്രധാനപ്പെട്ട പ്രിൻസിപ്പലുകൾ അവരുടെ എല്ലാ അഗ്രിമെന്റുകളുടെ ഭാഗമായിട്ടും അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ നടപ്പാക്കപ്പെടുന്ന വ്യത്യസ്തമായ പ്രോജക്റ്റുകൾ ഉണ്ട്. ഇന്ത്യയിലൊക്കെ 10-60ഓളം പ്രോജക്റ്റുകൾ ഇപ്പോൾ അവരുടേതായിട്ട് നടപ്പാക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളിലൊക്കെ
IMF വേൾഡ് ബാങ്ക് വഴിയൊക്കെയാണ് നടപ്പാക്കപ്പെടുന്നതെങ്കിൽ പോലും അവിടെയെല്ലാം ഈ ഒരു പ്രിൻസിപ്പളുകൾക്ക് അനുസൃതമായിട്ടാണ് അവരെല്ലാം ഇത് നടപ്പാക്കപ്പെടുന്നത്. ഓക്കെ, ഈ പ്രിൻസിപ്പളുകൾക്ക് അനുസൃതമായിട്ടാണ് ഇന്റർനാഷണൽ ട്രേഡ് നടക്കേണ്ടത് എന്നുള്ളതാണ് ഈ WTOയുടെ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. അതിലൂടെ മാത്രമേ ലോകത്തിന്റെ വികസനവും സാധ്യമാവൂ എന്നുള്ളതാണ് അവര് മുന്നോട്ട് വെക്കുന്ന തീമായിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയുമാണ് പ്രിൻസിപ്പിളുകൾ. നമ്മൾ അഗ്രിമെന്റുകൾ ഇനി പറയാനുണ്ട്. അഗ്രിമെന്റുകൾ ഒരു വിശദമായി വലിയൊരു സെഷനായിട്ട് ഒന്നിച്ച് പറയാം, അതുകൊണ്ട് അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അഗ്രിമെന്റുകൾ മാത്രമായിട്ട് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് സെഷനിലായിരിക്കും അഗ്രിമെന്റുകൾ നമ്മൾ വരുന്നത്. അഗ്രിമെന്റുകളാണ് ഇതിൽ ഈ പ്രിൻസിപ്പിളുകളെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഏരിയയുമാണ് അഗ്രിമെന്റുകൾ. അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.